തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പിൻവാതിൽ നിയമനങ്ങൾക്ക് സർക്കാരിൻ്റെ പച്ചക്കൊടി. ചട്ടവിരുദ്ധമായി നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് പിൻവലിച്ചു. ഉത്തരവിറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിലാണ് അത് റദ്ദാക്കിയത്. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണിത് എന്നാണ് ആരോപണം ഉയരുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പിൻവാതിൽ നിയമനങ്ങൾ പെരുകുന്നു എന്നുള്ള ആക്ഷേപം കാലങ്ങളായി ഉള്ളതാണ്. മാത്രമല്ല, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി പല രീതിയിലും പിൻവാതിൽ വഴി വകുപ്പുകളിൽ ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ജോലി തേടുന്നു. ഈ പരാതികൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. പക്ഷേ ഈ ഇത്തരത്തിൽ പരാതികൾ ഉയരുമ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ വർദ്ധിക്കുമ്പോഴും അതിനെ തടയിടാനോ അതിനെ നിയന്ത്രിക്കാനോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തദ്ദേശ വകുപ്പിലെ പിൻവാതിൽ നിയമനങ്ങൾ, ചട്ടവിരുദ്ധമായി പിൻവാതിൽ നിയമനങ്ങൾ നേടിയവരെ പിരിച്ചുവിട്ട ഇവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനങ്ങൾ നടത്തണമെന്ന് ഈ മാസം 18-ാം തീയതി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു. താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. ഈ നിർദ്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ചില ജില്ലാ തലങ്ങളിൽ ഈ ഉത്തരവ് നടപ്പാക്കി തുടങ്ങി. പക്ഷേ ഈ ഉത്തരവ് നടപ്പാക്കി തുടങ്ങിയതോടെയാണ് ചില കോണുകളിൽ നിന്ന് ആളുകൾ ഇടപെടുകയും സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ ഈ മാസം 29-ാം തീയതി ഈ ഉത്തരവ് മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ പിൻവലിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഉത്തരവ് നടപ്പാക്കേണ്ട എന്നതാണ് ഈ മാസം 29-ാം തീയതി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഉത്തരവിലൂടെ പറയുന്നത്. അതായത് ഈ പിൻവാതിൽ നിയമനങ്ങൾക്ക് സർക്കാർ തന്നെ പച്ചക്കൊടി കാട്ടുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ സർക്കാർ തന്നെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് അദ്ദേഹം തന്നെ പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് എന്നതാണ് പ്രധാനമായും ആക്ഷേപം ഉയരുന്നത്. മാത്രമല്ല, ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് അപേക്ഷകൾ സമർപ്പിച്ച് ജോലിക്കായി കാത്തിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്നൊന്നും തന്നെ ആരെയും ജോലിക്ക് എടുക്കാറില്ല. വിവിധ രാഷ്ട്രീയ സ്വാധീനത്താൽ മാത്രമാണ് ഈ തദ്ദേശ വകുപ്പുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തുകളിലും അടക്കം നിയമനം ലഭിക്കുന്നത്. പക്ഷേ ഈ നിയമനങ്ങൾ തടയിടണമെന്ന് നേരത്തെ എംപ്ലോയ്മെന്റ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയതുമാണ്. ഈ കത്ത് പരിഗണിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഉത്തരവിറക്കിയത്. ഈ ചട്ടവിരുദ്ധമായ നിയമനങ്ങൾ ഒഴിവാക്കണമെന്ന ഉത്തരവിറക്കിയത്. പക്ഷേ ഈ ഉത്തരവിറക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് പിൻവലിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.